ആ ഫോൺ ഇങ്ങതാ CKC. അന്വേഷിച്ച് നടന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നും ഞാനത് അയച്ചു കൊടുക്കാന്ന് പറയട്ടെ. ഇങ്ങതാ. ഞാനെല്ലാം ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കാന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ശരി, സംസാരിച്ച് തൊലയ്ക്ക്. ഹലോ CKC, ഒന്നും ഇങ്ങോട്ട് പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കാരണവശാലും ഗൗതമിനോട് നിർമ്മലാന്റിയുടെ കാര്യം പറയരുത്. ഗൗതം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ് ഗൗതമിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഓക്കെ, ശരി. മോളെ, അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? പ്രണയിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. ഇനി ബാക്കി പറഞ്ഞേ. ബാക്കി പറഞ്ഞില്ലെങ്കിലോ? പറഞ്ഞില്ലെങ്കിലോ? അത് ഇനിയും പറയണോ? എന്റെ കയ്യിലുള്ള ഫോട്ടോ ഞാനിപ്പോ ജ്യോതിർമയുടെ ഫോണിലേക്ക് അയക്കും. ആയിക്കോളൂ, അയച്ചു കൊടുത്തേക്ക്. എന്തു പറ്റി? ഗൗതം ഒന്ന് ഞെട്ടിയല്ലോ. അയച്ചു കൊടുക്ക് ഗൗതം. ഞാനല്ലേ പറയുന്നത്. ജ്യോതിർമയി എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, പച്ചയ്ക്ക് കത്തിക്കുന്നെങ്കിൽ അതും ആയിക്കോട്ടെ, വെട്ടി നുറുക്കി കുഴിച്ചു മൂടുമെങ്കിൽ അതും ഞാൻ സഹിച്ചോളാം. അയച്ചു കൊടുക്ക്. ശരി, ജ്യോതിർമയ്ക്ക് അയക്കുന്നില്ലെങ്കിൽ വേണ്ട. എന്തായാലും നിധിയും നിർമ്മലയും എന്നെ ആ ഫോട്ടോ കാണിച്ചാണല്ലോ ഭീഷണിപ്പെടുത്തുന്നത്. ആ ഫോട്ടോ നിനക്ക് എന്നെ ഒന്ന് കാണിക്കാം. അതും വേണ്ട. ആ ഫോട്ടോയിലെ കണ്ടന്റ് എന്താണെന്നെങ്കിലും പറയാമോ നിനക്കിപ്പോ? ഒന്ന് പോടാ ചേർക്ക. CKCക്കിട്ട് പണിയാൻ വന്നിരിക്കുന്നു. എടാ, നീ തരികിട പഠിച്ച സ്കൂളിന്റെ പ്രിൻസിപ്പളായി ചന്ദ്രബോസ്, അറിയാമോ നിനക്ക്? ഞാൻ നിന്റെ മുമ്പിൽ ഒന്ന് പേടിച്ചു പോയതായിട്ടൊന്ന് അഭിനയിച്ചതല്ലേ? അപ്പൊ അത് നിനക്കങ്ങ് സുഖിച്ചു അല്ലേ? എടാ പീറ ചെറുക്ക, തരികിടയിൽ നിന്റെ തന്തയാ ഞാൻ. നീ പോയി നിന്റെ തരക്കാരോട് കളിക്ക്. ഓടാ. വിടില്ല CKC നിന്നെ ഞാൻ. നിന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിക്കും. നീ നോക്കിക്കോ. ആ ഫോട്ടോയിലുള്ളത് നിർമ്മലയും ഞാനുമാണെന്ന് നിധിക്കറിയാം. പക്ഷെ അക്കാര്യം ഗൗതം അറിയരുതെന്ന് നിധി വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനും നിർമ്മലയും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഗൗതം അറിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോ അതിലും എന്തോ കാര്യമുണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ഗൗതമിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ടെൻഷൻ ആവണ്ട ഗൗതം. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. ഒരു നല്ല ജോലി തന്നെ ഗൗതമിന് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിലും ഇവിടെ അത്ര വലിയ പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലല്ലോ. ഗൗതം സമാധാനപ്പെടും. ഒരു ജോലി ശരിയാവാത്തതിന്റെ സങ്കടമോ ഇവിടുത്തെ പ്രാരാബ്ധങ്ങളോ ഒന്നും എന്നെ അലട്ടുന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്റെ മുന്നിൽ നടക്കുന്ന നാടകങ്ങളാണ്. CKCക്കും നിങ്ങൾ അമ്മായി അമ്മയ്ക്കും മരുമകൾക്കിടയിൽ നടക്കുന്ന ഒളിച്ചുകളികൾ ഞാൻ അറിഞ്ഞത് ആരും പറഞ്ഞിട്ടല്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് പറഞ്ഞാണ് നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടി ഇല്ല. CKC നടത്തിയ കൊലപാതകത്തിന്റെ ഫോട്ടോ എന്നൊക്കെയുള്ളൊരു കള്ളക്കഥ പറയാം. ഓക്കെ, സമ്മതിച്ചു. ഇനി അത് കള്ളമല്ലാന്ന് തന്നെ വെച്ചോ. അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്നെ കാണിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു പരിധിക്കപ്പുറം ഒന്നും എന്നോട് എന്റെ കുടുംബത്തിൽ ആരും എന്നോട് മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ ചിന്തകളാണ്. അതിലാവട്ടെ നിങ്ങളെല്ലാം ഒറ്റക്കെട്ട്, ഞാൻ മാത്രം പുറത്ത്. എന്തിനാ ഗൗതം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണം? നീയും അമ്മയും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ? ആരും അല്ലാതാക്കിയില്ലേ? നിങ്ങൾക്കറിയാവുന്ന ഒരു രഹസ്യം, അതും എന്നെ കൊല്ലാൻ നടക്കുന്നവനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം, ഞാൻ അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് കടപ്പാട് എന്നോടുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമല്ലേ? വേണ്ട, ഒന്നും വേണ്ട. ഇനി ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ വരുന്നേയില്ല.